വിഷയത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു പ്രതികരണവും ആ വിഷയത്തിലെ എൻ്റെ അഭിപ്രായവും രേഖപ്പെടുത്തണമെന്ന് തോന്നി. നേരം വെളുക്കുമ്പോൾ രേഖപ്പെടുത്തിയാലും മതി. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഇപ്പോൾ വയനാട് ഒരുപാട് ആളുകൾ കിടന്നുറങ്ങി. രാവിലെ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ക്രമീകരിച്ച് ചിന്തിച്ചു വെച്ചിരുന്നു. പക്ഷേ നേരം വെളുത്തപ്പോൾ നമ്മുടെ ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെയുള്ള നമ്മുടെ സഹോദരങ്ങള് ജീവനറ്റ് ശരീരഭാഗങ്ങൾ വിവിധ നദികളിലൂടെ പുഴകളിലൂടെ ഒഴുകി നടക്കുകയാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, അവരും പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് നേരം വെളുത്തിട്ട് പറയാമെന്ന് വിചാരിച്ചാൽ മനുഷ്യന്റെ കാര്യമല്ലേ. പ്രത്യേകിച്ച് ഞാൻ പോകുന്നത് അത്തരം ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലൂടെയാണ്. നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഏത് സമയം വേണമെങ്കിലും കൊല്ലപ്പെടാം. ഭീകരരെ ചുറ്റുമുണ്ട്. അങ്ങനെ അവരെ പ്രതീക്ഷിച്ച് ജീവിക്കണമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയൊന്നും അല്ല മുന്നോട്ട് പോകുന്നത്. എനിക്കറിയാം ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറയാനുള്ളത് വ്യക്തമായി പറയണം എന്ന് തോന്നി. ടോം ചീട്രെ, ഞാൻ മലയാളിയാണ്. ബംഗ്ലാദേശികളെ കുറിച്ച് സംസാരിക്കാനാണ് പോകുന്നത്. അപ്പോൾ മലയാളത്തിൽ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. ബംഗ്ലാദേശിന്റെ വിഷയം സംസാരിക്കാൻ തന്നെയാണല്ലോ ഞാൻ വന്നത്. നമുക്കറിയാം, ജനാധിപത്യ രാജ്യത്തുണ്ടാകുന്ന ജനകീയമായ വിപ്ലവങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളവരാണ് നമ്മൾ. ഒരു സുദീർഘമായ പ്രസംഗത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ ബംഗ്ലാദേശില് ഷെയ്ഖ് ഹസീന എന്ന പ്രധാനമന്ത്രിക്കെതിരെ പ്രതിപക്ഷമിളകി. പട്ടാളം ഭരണമേറ്റെടുത്തു. എന്തിനാണ്? അവരെ പ്രതിഷേധക്കാര് വിളിച്ചത് ഏകാധിപതി എന്നായിരുന്നു. അപ്പൊ അവരെ ഏകാധിപതിയായിരുന്നോ? നമ്മള് എന്തുകൊണ്ടാണ് ബംഗ്ലാദേശ് പോലെ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് ഇങ്ങനെ ഉണ്ടാകുന്നത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ രാജ്യവും ഇതേ സാഹചര്യത്തിലൂടെ ഇന്നല്ലെങ്കിൽ നാളെ കടന്നു പോകും. ജനാധിപത്യം എന്നാൽ ജനങ്ങൾക്കുമേൽ ഭരിക്കപ്പെടുന്ന സർക്കാരിന് ആധിപത്യം ഉണ്ടാക്കാനുള്ളതല്ല. നമ്മൾ അങ്ങനെയാ വിചാരിച്ചത്. ആധിപത്യം ജനങ്ങൾക്കായിരിക്കണം, ഭരണകൂടത്തിനല്ല. ഭരണകൂടം അങ്ങനെ ഏകാധിപതിയായി ആധിപത്യം സ്ഥാപിച്ച് ജനങ്ങളെ അടിച്ചമർത്താനുള്ളതല്ല ജനാധിപത്യം. അങ്ങനെയുണ്ടെങ്കിൽ ജനങ്ങൾ അവരുടെ സമ്മതിദാന അവകാശത്തിലൂടെ, അവരുടെ ജനാധിപത്യപരമായ പ്രതിഷേധ പ്രകടനങ്ങളിലൂടെ, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളിലൂടെ അവരത് രേഖപ്പെടുത്തും. അങ്ങനെ ആ സർക്കാരിനെ ജനങ്ങൾ തന്നെ ആ അധികാര കസേരയിൽ കയറ്റിയതുപോലെ തന്നെ തിരിച്ചിറക്കും. ജനങ്ങൾക്ക് അതിനേക്കാൾ പവറുണ്ട്. അധികാര സ്ഥിരാകേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന അധികാരികൾക്ക് പലർക്കും അറിയാത്ത ഒരു സംഭവമാണത്. ഇന്ത്യയിലെ ഈ ജനാധിപത്യ ഭരണാധികാരികൾക്കും സംസ്ഥാനതല നേതൃത്വങ്ങൾക്കും ബംഗ്ലാദേശ് ഒരുപാട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതേ സാഹചര്യത്തിലൂടെ നാളെ നമ്മളും കടന്നു പോകും. അതാണ് ഇന്ന് ജനങ്ങൾ കാണിച്ചു തന്നത്. കേരളത്തിലെ അതുപോലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ എന്താണ് അതാത് സർക്കാരുകളെ സംബന്ധിച്ച് ജനങ്ങളുടെ അഭിപ്രായം? അതാണ് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇതാണ് ജനങ്ങൾ. അവർക്ക് ആ കസേരയിൽ കയറ്റി ഇരുത്തി ഇവർക്ക് കിരീടം വെച്ചു കൊടുക്കാനും പറ്റും, അത് മുൾക്കിരീടമാക്കി ആഴത്തിൽ താഴ്ത്തിയിറക്കാനും പറ്റും, വലിച്ചെറിയാനും പറ്റും. ഇന്ത്യ എത്ര ഭേദമാണ് എന്ന് കരുതി സമാധാനിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ ഒരു മുന്നറിയിപ്പാണ്. ഒരിക്കലും ഈ കരങ്ങളിൽ
ഇന്ത്യ എത്തപ്പെടാതിരിക്കുന്നതിനു വേണ്ടിയാണ് നമ്മളും അഹോരാത്രം പ്രയത്നിക്കുന്നത്. ഈ 1.5 മണിക്ക് ഞാൻ നിങ്ങളോട് ഈ വിഷയം സംസാരിക്കുന്നത് എൻ്റെ രാജ്യം ഒരിക്കലും ഇന്ന് ബംഗ്ലാദേശ് അനുഭവിക്കുന്ന വേദനകളിലൂടെ, ബംഗ്ലാദേശിന്റെ ഭരണാധികാരി ഒരു ക്രിമിനലിനെ പോലെ ഒളിച്ചോടേണ്ടി വന്ന സാഹചര്യം പോലെ ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ബംഗ്ലാദേശില് അക്രമാസക്തമായി ജനക്കൂട്ടം ഷെയ്ഖ് ഹസീനയുടെ വീട് കൊള്ളയടിച്ചു. ആലോചിക്കണം, ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളുടെ വീടുകൾ കൊള്ളയടിച്ചു, അടിച്ചു തകർത്തു, ഹിന്ദുക്കളെ തീയിട്ടു കൊന്നു. ന്യൂനപക്ഷങ്ങളായ ബംഗ്ലാദേശി ഹിന്ദുക്കളെ ഏതെല്ലാം രൂപത്തിലാണ് ആക്രമിക്കുന്നത് എന്ന വീഡിയോകൾ ഇന്ന് പുറത്തു വരുന്നുണ്ട്. സഹിക്കാൻ കഴിയില്ല നമുക്ക്. ഹമാസുകാര് ജൂത സ്ത്രീകളോട് ചെയ്തതിനേക്കാൾ ക്രൂരമായി ബംഗ്ലാദേശിലെ ഹിന്ദുക്കളോട് അവിടെയുള്ള ഈ ഇസ്ലാമിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലഹളയെ എങ്ങനെ പ്രതിരോധം എന്ന് വിളിക്കും? എങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് വിളിക്കും? എങ്ങനെ മാന്യമായ പ്രതിപക്ഷങ്ങളുടെ പ്രതികരണം എന്ന് വിളിക്കും? ഇത് ജനങ്ങൾ വയലന്റ് ആയിരിക്കുന്നു, അതോ വൈകാരികമായി പ്രതികരിക്കുന്നു? ഈ ലഹളയെ ജനാധിപത്യത്തിന്റെ വിജയം എന്ന് പറയുന്ന മുക്കാൽ മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. താലിബാനികളെ വിസ്മയം എന്ന് പറഞ്ഞ ആളുകൾ, ഹമാസ് ഭീകരരെ പോരാളികൾ എന്ന് പറഞ്ഞ കേരളത്തിലെ ഭീകരരെ നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ജനാധിപത്യത്തിന്റെ വിജയം എന്ന് ഇന്ന് ബംഗ്ലാദേശിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കലാപത്തെ വാഴ്ത്തി പറയുന്ന ആളുകളെ എപ്പോഴും ജാഗ്രതയോടുകൂടി അവര് പറയുന്ന പലതും വരികൾക്കിടയിലൂടെ വായിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, 1921 മലബാർ കലാപത്തിനൊക്കെ സാക്ഷിയായവരാണ് നമ്മൾ. അതുകൊണ്ട് കാൽ ജീവനായും അരജീവനായും മുക്കാൽ ജീവനായും മതം മാറാൻ മടിച്ചു നിന്ന ഹിന്ദുക്കളെയൊക്കെ വലിച്ചെറിഞ്ഞത് തുവ്വൂർ കിണറ്റിലേക്കായിരുന്നു. ആ മലബാർ കലാപത്തെ പിന്നീട് വന്ന സർക്കാരുകൾ സ്വാതന്ത്ര്യ സമരം എന്ന് വിളിച്ചു, വിപ്ലവം എന്ന് വിളിച്ചു. ലക്ഷണമൊത്ത വർഗീയ കലാപത്തെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുടെ തല വെട്ടിയരിഞ്ഞ ആളുകൾക്ക് പെൻഷൻ നൽകി മാറി മാറി വന്ന സർക്കാരുകൾ അവരെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് വിളിച്ചു. നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ ഇത്തരം ഭരണകർത്താക്കളാണ്. ഇത് അതിന് തത്തുല്യമായ ഒരു സംഭവമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് അത് അറിയാൻ കഴിയും. കാരണം ഇന്ത്യ ഇതേ വേദനയിലൂടെ കടന്നു വന്ന രാജ്യമാണ്. മഹ്സ അമിനി എന്ന് പറയുന്ന ഒരു പെണ്ണ്, 22കാരിയായ ഒരു പെണ്ണ് ശരിയാവണ്ണം തല മറച്ചില്ല എന്ന കാരണത്താൽ അതിനെ അടിച്ചും തലമുടി മുറിച്ചും മൂക്ക് മുറിച്ചും കൊന്ന ഇറാൻ മറക്കരുത്. ആ സ്വേച്ഛാധിപതിയായ അലി ഖൊമേനി എന്ന ഭരണകർത്താവിനെതിരെ ജനരോഷം ആളിക്കത്തിയപ്പോൾ ഒരുപാട് പെൺകുട്ടികളും അമ്മമാരും അവരുടെ പിതാക്കന്മാരും ഒക്കെ രംഗത്തിറങ്ങിയപ്പോൾ ഇത് ഇറാനിൽ ജനാധിപത്യം പുലർന്നു എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവര് കാണിക്കുന്നത് ഭീകരതയാണ് എന്ന് പറയാൻ മടിക്കുന്നവർ ജനാധിപത്യത്തിന് ലോകം കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ ഒരു നിർവചനം കൊടുക്കാൻ ശ്രമിക്കുന്നു. സ്വന്തം മതരാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഒരു ഭരണകൂടം പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഇവർക്ക് അവരെ സംബന്ധിച്ച് എതിരെ പ്രവർത്തിക്കാൻ പറ്റൂ, എതിരെ പറയാൻ പറ്റൂ, വിമർശിക്കാൻ പറ്റൂ. ഇത് ഇവരുടെ ഉള്ളിലും കിടക്കുന്നത് മതരാഷ്ട്രബോധമാണ്. അതിനുവേണ്ടി അവരും പണിയെടുക്കും. ആ ഇറാനെ വാഴ്ത്തി പറയാൻ, ആ മഹ്സ അമിനി എന്ന് പറയുന്ന 22കാരിയെ മൃഗീയമായി കൊന്ന ഖൊമേനി സർക്കാരിന്റെയും പോലീസിന്റെയും എതിരെ ഇറാന്റെ ജനരോഷം ആളിക്കത്തിയപ്പോൾ അതിനെ അടിച്ചമർത്താനും പ്രതിഷേധക്കാരെ കൊന്നു കൂട്ടിവെക്കാനും അവരെ കൂട്ടിക്കിട്ട് ജയിലുകൾക്ക് തീയിടാനുമാണ് ഈ ഖൊമേനി ചെയ്തത്.
എന്നിട്ട് അയാളെ ജനാധിപത്യത്തിന്റെ മോഡൽ എന്ന് വിളിക്കാൻ കേരളത്തിൽ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു, ചാനലുകളും. ബംഗ്ലാദേശിൽ എന്നല്ല, ഏത് രാജ്യത്താണെങ്കിലും ശരി, ജനകീയമായ ഒരു സമരം, ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും നിലനിർത്തി ഒരു സമരം വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവര് മാത്രം വിചാരിച്ചാൽ പോരാ. ഈ വിപ്ലവത്തിൽ പൊതുവായ മറ്റൊരു ശത്രുവിനെ കൂടി ഉൾപ്പെടുത്താം. സദ്ദാം ഹുസൈൻ ഏകാധിപതിയായിരുന്നില്ലേ? അയാളെ തുരത്താൻ അമേരിക്കയല്ലേ ഇടപെട്ടത്? ഗദ്ദാഫി ഏകാധിപതിയായിരുന്നില്ലേ? അതിനും അമേരിക്ക തന്നെ അവിടെയും വില്ലനായി. പക്ഷെ അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനുള്ള ഉദ്ദേശത്തിലായിരുന്നില്ല അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്ന സർക്കാരിനെ സൃഷ്ടിച്ചെടുക്കുക എന്നതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. ജനാധിപത്യ വിപ്ലവങ്ങൾ, സമരങ്ങൾ, പ്രതിഷേധങ്ങൾ, പ്രകടനങ്ങൾ, ഹർത്താലുകൾ ഇതൊക്കെ വിജയിക്കണമെങ്കിൽ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെന്റ് അനിവാര്യമാണ്. അങ്ങനെയാണ് നമ്മുടെ നാട്ടില് ഉണ്ടായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ, സാമൂഹികമാകട്ടെ ബൗദ്ധികമാകട്ടെ ഏത് രൂപത്തിലുള്ള ഒരു പുരോഗതി നേടിയ ജനതയാണെങ്കിലും ശരി, അവർ ശ്രമിക്കേണ്ടത് തെറ്റുകളെ തിരുത്താനും അതിനെ ആവർത്തിക്കാതിരിക്കാനുമുള്ള ശ്രമങ്ങളാണ്. പക്ഷേ ഹലാൽ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിക രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് വിഷയമല്ല. അവർക്ക് ഏകാധിപത്യ ഭരണകൂടങ്ങളെ അട്ടിമറിക്കാൻ മറ്റൊരുപാട് അവര് പയറ്റി തെളിയിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുടെ കയ്യിൽ. അവരുടെ സ്വകാര്യമായ മത താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും ശരി, അവരെ ഇല്ലാതാക്കേണ്ടത് എങ്ങനെയാണ് എന്നവർക്കറിയാം. അതവർ തെളിയിച്ചിട്ടുണ്ട്. ഈ ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തില് പ്രതിപക്ഷ പാർട്ടികള് ഏകാധിപത്യ പ്രവണത അനുഭവിച്ചിരുന്നു എന്നവർ പറയുന്നു. പക്ഷേ സാധാരണ ജനങ്ങൾ ശാന്തരായിരുന്നു. അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ബംഗ്ലാദേശിന് സാമ്പത്തികമായി വികസനമുണ്ടായി, അത് സാധാരണക്കാരന് മനസ്സിലായി. പക്ഷേ ഈ മതമൗലികവാദികളെ നിയന്ത്രിക്കാൻ ഷെയ്ഖ് ഹസീനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ജനാധിപത്യത്തെ പൂർണ്ണമായി നശിപ്പിച്ചിട്ടല്ലാതെ ഇവരുടെ മതരാജ്യ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഇവർ അവരുടെ വഴിക്ക് തടസ്സം നിൽക്കുന്നതാരോ അവരെ നശിപ്പിക്കാൻ തയ്യാറായി. ജനാധിപത്യത്തെ തകർക്കാൻ എന്തിനാണ് പറ്റുക? മതാധിപത്യത്തിനാണ് പറ്റുക. അതുകൊണ്ടാണ്, അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ചൈനയും റഷ്യയും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളുമൊക്കെ നമ്മൾ ഇന്ന് ജനാധിപത്യം എന്ന് കരുതുന്ന പല കാര്യങ്ങളും കണ്ണടച്ചിരുട്ടാക്കുന്നത്. ബംഗ്ലാദേശിലെ ഈ അട്ടിമറിയെ കുറിച്ച് ഒരുപാട് സാധ്യതകൾ ആളുകൾ വിലയിരുത്തുന്നുണ്ട്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു അട്ടിമറി ഇവിടെ നടന്നേക്കാം. അതല്ലെങ്കിൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും തലച്ചോറ് ഇതിനകത്ത് വർക്കായിട്ടുണ്ട്. ഇതില് രണ്ടാമത്തേതാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതും അവര് പ്രതീക്ഷിക്കുന്നതും. കാരണം ചൈനയും പാകിസ്ഥാനും അവർക്ക് ഇതിനകത്ത് ചോര കുടിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോ ഈ ചുടുചോറ് വാരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ടല്ലോ, അതുപോലെ കഴുകന്മാരെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ച് ചോര കുടിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതാണ് ഇവിടെ വർക്കൗട്ടായത് എന്നാണ് ഈ മേഖലയിലെ എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകൾ വിലയിരുത്തുന്നത്. നമുക്കറിയാം, രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ ആ രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ 16% എത്തിയാൽ, ശ്രദ്ധിച്ചോ, ആ രാജ്യത്തിൽ ഇസ്ലാമികവൽക്കരണം നടന്നു കഴിഞ്ഞു. പിന്നീട് ആരാലും അത് തടയാൻ കഴിയില്ല. ഇസ്ലാം മതത്തെ സംബന്ധിച്ച് വൈദഗ്ധ്യം നേടിയ നിക്കോലേട്ട ഇൻസെയ് ഒരു ഹംഗേറിയനാണ്. അദ്ദേഹം ഒരു ടെലിവിഷൻ പരിപാടിയിൽ പങ്കെടുത്ത്
2019 ജൂൺ 22 പറഞ്ഞ വലിയ ഒരു വസ്തുത ലോക ചരിത്രങ്ങളിൽ ഇടം പിടിച്ചിരുന്നു. ഇന്ന് ഇസ്ലാമായ പല രാജ്യങ്ങളും മുമ്പ് ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നു. തുർക്കി, ഈജിപ്റ്റ്, സിറിയ, മറ്റു പല രാജ്യങ്ങളും. അവിടെ മുമ്പ് പ്രബലമായി ഉണ്ടായിരുന്ന ഇതര മതങ്ങളെ നശിപ്പിച്ചിട്ടാണ് ഇസ്ലാം മുസ്ലിം രാഷ്ട്രങ്ങളെ സ്ഥാപിച്ചത്. പാകിസ്ഥാൻ മുമ്പ് ഹിന്ദു രാഷ്ട്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പാകിസ്ഥാനിൽ മുമ്പ് ഇഷ്ടംപോലെ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നത്രേ. അഫ്ഗാനിസ്ഥാനിൽ ബുദ്ധമതം ഉണ്ടായിരുന്നു. ഇറാനിൽ പാർസി മതം ഉണ്ടായിരുന്നു. മുസ്ലിം ജനസംഖ്യ ഒരു രാജ്യത്ത് 16% ആ രാജ്യം ക്രമേണ പൂർണ്ണമായും ഇസ്ലാമിക രാജ്യമായി മാറും. പാകിസ്ഥാൻ വിഭജിച്ചു മാറിയ സമയത്ത് പാകിസ്ഥാനിൽ എത്ര ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു, ഇന്ന് എത്ര ശതമാനമുണ്ട് എന്ന് നോക്കിയാൽ മതി. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഇന്ത്യയിൽ എത്ര ശതമാനം മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ എത്ര ശതമാനമുണ്ട് എന്ന് നോക്കിയാൽ മതി. 100 അല്ലെങ്കിൽ 150 കൊല്ലം സമയമെടുത്തിട്ടാണെങ്കിലും ശരി, നമ്മുടെ ലക്ഷ്യം ഒരു മതരാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ്. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഇവർ സന്നദ്ധരാണ്. എന്ത് റിസ്ക് എടുത്തും ഇവരത് ചെയ്യും. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന തീവ്രവാദ പ്രസ്ഥാനത്തെ, എന്ന മതമൗലികവാദ പ്രസ്ഥാനത്തെ, ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ദേശീയതയ്ക്കും എതിരായ ഈ ആശയത്തെയും ഈ സംഘടനയെയും ഇന്ത്യയും ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. ബംഗ്ലാദേശിനെ വീഴ്ത്തിയതാരാണ്? ബംഗ്ലാദേശിലെ മതേതരത്വവും സെക്യുലറിസവും ഒക്കെ ഇനിയും വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇനിയും അവിടുത്തെ ന്യൂനപക്ഷമായി താമസിക്കുന്ന ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ബുദ്ധമതക്കാരുടെയും ഒക്കെ അവസ്ഥ എന്താ? അവര് ഗലീബ് ചലീബ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ ഒന്നുകിൽ ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് മതം മാറ്റുക, അതല്ലെങ്കിൽ മറ്റു മുസ്ലിം രാജ്യങ്ങളിലെ പോലെ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നത് പോലെ പീഡിപ്പിക്കപ്പെടാൻ തയ്യാറാകുക. അതുമല്ലെങ്കിൽ ആ രാജ്യം വിട്ടോടിക്കോ. ഇവിടെ ബംഗ്ലാദേശിലാകുമ്പോൾ 4മതൊരു ഓപ്ഷനും കൂടിയുണ്ട്. തല നീട്ടിത്തന്നു, ഞങ്ങൾ വെട്ടിക്കോളാം. അവര് ഈ 4ൽ ഏതെങ്കിലും ഒന്നിന് തയ്യാറാകുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദമാണ് ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ബംഗ്ലാദേശിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദു കൗൺസിലർ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചു കൊല്ലപ്പെട്ടു. ഹൈന്ദവ അമ്പലങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് ഹിന്ദു കൗൺസിലറെ തെരഞ്ഞു പിടിച്ചു കൊല്ലുന്നത്? വേറെ കൗൺസിലർമാരൊന്നുമില്ലേ? ഹിന്ദുക്കളെ മുഴുവനും ഒരു വശത്തു നിന്ന് അങ്ങോട്ട് തീർത്തിട്ട് വേണം ക്രിസ്ത്യാനികൾക്കെതിരെ തിരിയാൻ. അവരെയും തകർത്തിട്ടു വേണം ബുദ്ധിസ്റ്റുകൾക്കെതിരെ തിരിയാൻ. ഇവർക്കൊക്കെ ഇന്ത്യ അഭയം കൊടുത്താൽ അവര് രക്ഷപ്പെടും. അതല്ലെങ്കിൽ പഴയൊരു പാകിസ്ഥാനായി മാറും. ഇസ്ലാമിക രാജ്യത്തെ സാരി ഉടുത്ത ഒരു വനിത ഭരിക്കുന്നോ, രാജ്യം ഭരിക്കുന്നോ? മതേതര രാജ്യമായ ഇന്ത്യ അവരുടെ ഉറ്റ സുഹൃത്താകുന്നു. അവരെപ്പോഴും ഇന്ത്യയോട് അനുഭാവം പ്രകടിപ്പിച്ചിരുന്നോ? എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം സ്ത്രീ രാജ്യം ഭരിക്കുന്നത്? മതപരമായി തെറ്റല്ലേ? അവരുടെ ഉള്ളിലുണ്ടത്. ഷെയ്ഖ് ഹസീനയുടെ മതേതര നിലപാടുകൾ പലർക്കും ഒരു തരം അരിശമായിരുന്നു. മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിരുന്നിട്ട് പോലും ന്യൂനപക്ഷങ്ങളായ ക്രൈസ്തവർക്കും ഹൈന്ദവർക്കും എതിരെ പീഡനങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടിയും ഷെയ്ഖ് ഹസീനയുടെ കീഴിൽ ഒരു വിധത്തിൽ സെക്യുലറായിട്ട് ആ രാജ്യം പോയിക്കൊണ്ടിരുന്നു. ഷെയ്ഖ് ഹസീന രാജിവെച്ചതിന്റെ തൊട്ടടുത്ത നിമിഷം മുതൽ പീഡിപ്പിക്കപ്പെടുന്ന വിഭാഗമായി ആ ന്യൂനപക്ഷങ്ങൾ മാറിക്കൊണ്ടിരുന്നു. ഇവിടെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ തന്ത്രങ്ങളെ നമ്മൾ കാണേണ്ടത്.
ബംഗ്ലാദേശിനെ പൂർണ്ണമായും മതരാജ്യമാക്കാനുള്ള അവരുടെ ആ ലക്ഷ്യം വിജയിച്ചു. അതിന്റെ അവസാന ഘട്ടത്തിൽ പ്രധാനമന്ത്രി അടക്കം ആ വസ്തുത അറിഞ്ഞപ്പോൾ, അവരതിനെ പ്രതിരോധിക്കുമെന്നായപ്പോൾ, ആ ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടി മുന്നിൽ നിന്ന് പട നയിക്കുന്നവർക്കൊക്കെ നാളെ ഇനിയും ഷെയ്ഖ് ഹസീന ഒന്ന് ഒരുങ്ങി ഇറങ്ങിയാൽ ജയിലുകളാകുമെന്ന് മനസ്സിലായപ്പോൾ പ്രതിഷേധം കലാപമായി മാറി. ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചു, പക്ഷേ വൈകിപ്പോയിരുന്നു. പൊട്ടിപ്പുറപ്പെട്ട കലാപം അടിച്ചമർത്തിയിട്ടും വീണ്ടും പൂർവാധികം ശക്തിയോടെ ആ രാജ്യത്തിന്റെ സമാധാനത്തെ, ആ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ വിഴുങ്ങിക്കൊണ്ടേയിരുന്നു. അതേതാണ്ട് കഴുത്തറ്റം എത്തിയപ്പോൾ പ്രധാനമന്ത്രിയെയും അവര് വിഴുങ്ങി. ബംഗ്ലാദേശ് ഇന്ന് സൈനിക ഭരണത്തിന്റെ കീഴിലാണ്, പക്ഷേ സമാധാനമില്ല. ഇത്തരം സമാനമായ സംഭവങ്ങളിലൂടെ മതരാജ്യമായി മാറിയിട്ടുണ്ട്. അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇറാനും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബംഗ്ലാദേശിലും അധികം വൈകാതെ തന്നെ അഫ്ഗാന്റെ നിയമങ്ങൾ വരും, താലിബാൻ നിയമങ്ങൾ, ഇറാന്റെ നിയമങ്ങൾ വരും, പാകിസ്ഥാന്റെ നിയമങ്ങൾ വരും. ഇവിടെ വിജയിച്ചത് ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിലാക്കുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞ ഇസ്ലാമാണ്. ആ ഒരു ഭീകരവാദ ആശയത്തെ മുറുകെ പിടിച്ച ജമാഅത്തെ ഇസ്ലാമിയാണ്. ഒരുപാട് കാലത്തെ തന്ത്രങ്ങളിലൂടെയും കുത്തിത്തിരിപ്പിലൂടെയും ജമാഅത്തെ ഇസ്ലാമി അവരുടെ ലക്ഷ്യത്തിലെത്തി. ഷെയ്ഖ് ഹസീനയെ വീഴ്ത്താൻ അവർ ഉപയോഗിച്ചത് വിദ്യാർത്ഥികളെയാണ്, യുവാക്കളെയാണ്, പ്രതിപക്ഷത്തെയാണ്, അവരുടെ പ്രത്യക്ഷവും പരോക്ഷവുമായ ശത്രുക്കളെയാണ് ഈ തീവ്രവാദ സംഘടന. ആദ്യം ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ തീവ്രമത ആശയങ്ങൾ കുത്തിനിറച്ച് രാജ്യത്ത് കലാപത്തിന് തിരികൊളുത്തി. അതാളിക്കത്തിക്കാൻ യുവജന സംഘടനകൾ വേറെ ഉണ്ടായിരുന്നു. ഇത് ഭാരതത്തിന് നൽകുന്ന വലിയ ഒരു മുന്നറിയിപ്പുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിൽ മതരാജ്യത്തിലേക്ക് കാലെടുത്തു വച്ചാൽ പാകിസ്ഥാൻ അടക്കമുള്ള മറ്റ് ശത്രു രാജ്യങ്ങളിലെ പോലെ ഭാരതത്തിനും ഇനി ബംഗ്ലാദേശിനെ നേരിടേണ്ടി വരും. ഇന്ത്യയെ മതവൽക്കരിക്കുക എന്ന തന്ത്രം അവർക്ക് നടക്കാൻ പറ്റാത്തത്, ചുറ്റിലും വരിഞ്ഞു കെട്ടി ആക്രമിക്കുക എന്ന തന്ത്രം അവർക്ക് നടപ്പിലാക്കാൻ പറ്റാതിരിക്കുന്നത് രാജ്യം ഇന്ന് സുരക്ഷിതമായ കരങ്ങളിലായതുകൊണ്ടാണ്. ബംഗ്ലാദേശിന്റെ ജനാധിപത്യത്തെ തച്ചെറിഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഈ സംഘടന നമ്മൾ വിചാരിക്കുന്ന ഒറ്റ സംഘടനയല്ല. അവരുടെ ഔട്ട്ഫിറ്റുകൾ പല പേരുകളിലും ഭാവങ്ങളിലും നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ചില മാധ്യമങ്ങൾ മുക്കാൽ വണ്ടുകളൊക്കെ നമ്മൾ കാണുന്നില്ലേ? പല പാർട്ടികളായി, ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിന്റെയോ അതല്ലെങ്കിൽ SDPIയെയോ മാത്രം പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. അവർക്ക് മാത്രമല്ല ഇസ്ലാമിക രാജ്യമാക്കേണ്ടത്. ഒരു ഭാഗത്ത് അവർ ചാരിറ്റി നടത്തും, മറ്റു ഭാഗത്ത് അവര് മതേതരത്വത്തെ കുറിച്ച് സംസാരിക്കും, ഒരു ഭാഗത്ത് അവർ ആദിവാസികളെ സംരക്ഷിക്കാൻ ഇറങ്ങും, ഒരു ഭാഗത്ത് കോച്ചിങ് ക്ലാസുകൾ, എന്താണ് സെക്യുലറിസം എന്ന് പഠിപ്പിക്കും. നമുക്ക് തോന്നും ഇവര് കുറച്ച് മിതവാദികളാണ്. കേരളത്തിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനത്തും ഇവർ പ്രവർത്തിക്കുന്നുണ്ട്, പല പേരുകളിൽ ഒരേ ലക്ഷ്യത്തിനായി. കേരളത്തിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി സഖ്യം കോൺഗ്രസ് മുന്നണിയിലാണ് കൂടുതൽ. അവരുടെ ഏജൻസ് ആരൊക്കെയാണ് എന്നറിയാൻ ഒരു പ്രയാസവുമില്ല. കോൺഗ്രസില് മീഡിയ ഹെൽപ്പ് ആർക്കാണ് കിട്ടുന്നത് എന്ന് നോക്കിയാൽ മതി, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇന്ത്യയുടെ ഭരണഘടനയെയും ഭരണ നിയമ വ്യവസ്ഥകളെയും കോടതിയെയും സുപ്രീം കോടതിയുടെ വിധിയെ പോലും അംഗീകരിക്കാത്ത ഈ തീവ്രവാദ ആശയങ്ങൾ പിന്തുടരുന്ന സെക്യുലറിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ പോലും ഇവരോട് ഓരം ചേർന്ന് നിന്ന് ജനാധിപത്യത്തിന് വിരുദ്ധമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഈ സംഘടനയുടെ ആശയം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചവിട്ടി നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണാണ് ഒലിച്ചു പോകുന്നത് എന്ന് അവർക്ക് ബോധ്യം വരണം. 2014 കേരള ആഭ്യന്തര വകുപ്പ് കേരള ഹൈക്കോടതിക്ക് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഈ സംഘടന വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊന്നും അത് ചർച്ചയാക്കിയില്ല.
കത്തോലിക്കക്കാരൻ ആശങ്കയില്ല, അച്ചായന്മാർക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഹിന്ദുക്കൾക്ക് ആശങ്കയുണ്ടോ? ഇല്ല. അവർക്ക് അവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ് എന്ന് പോലും അവരിതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ ഇവരെക്കുറിച്ച് കൃത്യമായി അറിയുന്ന, ഇവരുടെ അജണ്ടകൾ അറിയുന്ന, ഇവരുടെ മതപുസ്തകത്തിൽ എന്താണ് അന്യമത വിശ്വാസികളെ കുറിച്ച് പറയുന്നത് എന്നറിയുന്നത് കൊണ്ടാണ് എന്നെ പോലെയുള്ളവർക്ക് ആശങ്ക. ഇന്ത്യയിൽ നമ്മൾ കണ്ടില്ലേ, ജാമിയ മില്ലിയയിൽ കണ്ടില്ലേ, JNUവിൽ കണ്ടില്ലേ? അതൊക്കെ ഒരു തുടക്കം മാത്രമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഇവരുടെ വെറും ഒരു ടെസ്റ്റ് ഡോസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുമാത്രമാണ്. വലിയ ബമ്പർ ഇനിയും ഇവർക്കിടയിൽ വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. പൗരത്വ ബില്ലൊക്കെ വന്ന സമയത്ത് കണ്ടില്ലേ? ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് ഈ പൗരത്വ ബില്ലിനെ സംബന്ധിച്ച് ഇവർ എതിർത്തത് എന്ന്? ഇപ്പോ ബംഗ്ലാദേശിൽ വ്യാപകമായി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ആയിട്ടുള്ള ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടേണ്ട കാര്യം എന്താ? അവരുടെ ആവശ്യം ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്നതായിരുന്നില്ലേ? അതിനിടയില് ഇവരെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കേണ്ട കാര്യം എന്താ? ഒന്ന് ചിന്തിക്കുക. ഇന്ത്യയിലെ ദേശീയ ചാനലുകൾ അടക്കം ഇതൊക്കെ ഇന്ന് തുറന്നു പറയാൻ സന്നദ്ധരായിട്ടുണ്ട്. പാകിസ്ഥാനിലെ പോലെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളും ഇനി നാമമാത്രമായി മാറും. ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ മുക്കാൽ വണ്ണുമൊക്കെ ജനാധിപത്യത്തെ തകർക്കും, ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തും. കാരണം ബംഗ്ലാദേശ് അതിന്റെ തുടക്കമാണ്. നമ്മള് വേട്ടയാടാൻ അവരെ ഇന്ത്യ വിട്ടുകൊടുത്തില്ല എന്നത് നമുക്ക് അഭിമാനിക്കാം. ഓർമ്മയുണ്ടോ? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 6 മതന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകാനുള്ള ദേശീയ പൗരത്വ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയപ്പോൾ 125 പേർ അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. 105 അംഗങ്ങൾ എന്തുകൊണ്ടാണ് ആ ബില്ലിനെ അനുകൂലിക്കാത്തത് എന്ന് ഇപ്പൊ മനസ്സിലായോ? പൗരത്വ ഭേദഗതി ബില്ല് ഒരു മതവിഭാഗത്തിന്റെയും മതവികാരങ്ങളെ വിഘാതം സൃഷ്ടിക്കുന്നതല്ല. രാജ്യത്ത് മതത്തിന്റെ പേരിൽ ന്യൂനപക്ഷങ്ങൾ അനീതി നേരിടുമെന്ന ചിന്ത നമ്മളിപ്പോൾ അനുഭവിക്കുകയാണ്. അതായത് മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പൗരത്വം നൽകാത്തത്? ഇവരൊക്കെ ഇസ്ലാമിക രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങളാണ്, അവരാണ് അവിടെ പീഡിപ്പിക്കപ്പെടുന്നത്. അപ്പോ പൗരത്വ ഭേദഗതി ബില്ല് നമ്മുടെയൊക്കെ വാപ്പാമാരെ തിരിച്ചറിയണമെന്നും നമ്മുടെ മതവികാരം വ്രണപ്പെടുത്തുന്നതിന് വേണ്ടിയാണെന്നും ഒക്കെ പറഞ്ഞ് എന്തൊക്കെ കുത്തിത്തിരിപ്പുകളും ബഹളങ്ങളുമാണ് ഇവിടെ ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായോ? നമ്മുടെ രാജ്യം വിഭജിക്കപ്പെട്ടതിന് ശേഷം ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പീഡനം അസഹനീയമാണ്. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ഭാവിയിലെ നടപടികൾ ആവിഷ്കരിക്കുന്നതിൽ ബഹുമാനപ്പെട്ട ഉപപ്രധാനമന്ത്രി ഇത് കണക്കിലെടുക്കണം എന്ന് ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചു. അവരതൊക്കെ വിളിച്ചു പറയുകയും ചെയ്തു. അത് അമിത്ഷാ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അദ്വാനിയോട് അന്ന് മൻമോഹൻ സിംഗ് ആവശ്യപ്പെട്ട അതേ പൗരത്വ ഭേദഗതി നിയമമാണ്. അപ്പോ മൻമോഹൻ സിംഗ് അന്നത് ആവശ്യപ്പെട്ടപ്പോ ഒരു കുരുക്കളും ആരുടെയും പൊട്ടിയില്ല. പക്ഷെ BJP അത് നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ മനസ്സിലായോ? ഇത് മതരാജ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവരുടെ അജണ്ടയാണ്. ഇനിയിപ്പോ ബംഗ്ലാദേശ് എന്ന രാജ്യത്തിനു വേണ്ടി സ്വാതന്ത്ര്യ സമര പങ്കാളികളുടെ സംവരണം, എന്താണ് അതിന് പ്രശ്നം? സംവരണത്തിന്റെ പേരു പറഞ്ഞിട്ടാണ് ഇവർ ഈ കലാപം ആസൂത്രണം ചെയ്യുന്നത്. അത് പറഞ്ഞാണ് തുടങ്ങിയത്. പക്ഷേ അതിനകത്ത് ആക്രമിക്കപ്പെടുന്നത് അത്രയും ന്യൂനപക്ഷങ്ങള്, അവരുടെ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നു. ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരം ഹിന്ദുവുമാണ് ലിറ്റൻ ദാസ്. അദ്ദേഹത്തിന്റെ വീട് വരെ ഇസ്ലാമിക തീവ്രവാദികൾ തീയിട്ടു. അയാൾ എന്ത് ചെയ്തിട്ടാ?
മതവൈരം, ഭരണകൂടത്തിന്റെ സ്വേച്ഛാധിപത്യത്തിനെതിരെ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കി തുടങ്ങിയ ഇത് ആ രാജ്യത്തെ ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കലാപമായി മാറി. മനുഷ്യനല്ല ഇവിടെ, മതമാണ് ലക്ഷ്യം. 1921 തുർക്കിയിലെ ഖലീഫയെ സ്ഥാനഭ്രഷ്ടനാക്കി എന്നതിന്റെ പേര് പറഞ്ഞു നടത്തിയ ഒരു കുഞ്ഞു പ്രതിഷേധമാണ് മാപ്പിള ലഹളയിൽ അവസാനിച്ചത്. ഇപ്പോ തുർക്കിയിലെ അബ്ദുൽ മജീദ് എന്ന് പറയുന്ന സ്ഥാനപതിക്ക് വേണ്ടി കേരളത്തിലെ ഹിന്ദുക്കളെയും കൊല്ലേണ്ട കാര്യം എന്താ? ആയിരക്കണക്കിന് ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യപ്പെടുന്നുണ്ട്. നാളെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇതുപോലെ കലാപങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയല്ലേ? എന്തുകൊണ്ടാണ് CAA നിയമത്തെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചതെന്ന് മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഇവിടെ ഒരു പൗരത്വ ഭേദഗതി ബില്ല് വേണം എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്തുകൊണ്ടാണ് ഈ ഭീകരർക്കെതിരെ ശക്തമായി നെതന്യാഹു എന്ന ഒരു വൻമരവും ഇസ്രയേലും നിൽക്കുന്നത് എന്നറിയാമോ? ഈ ഭീകരർ ലോകത്തിന്റെ ഏതു കോണിൽ പോയാലും ശരി, ഇതാണിവർ. തസ്നീമേ, നീ എന്നെ തട്ടമിടാൻ ശ്രമിപ്പിക്കണ്ട, നീ എന്നെ തട്ടമിടിക്കാൻ ശ്രമിക്കണ്ട. തട്ടം വേണമെങ്കിലേ ഞാൻ അങ്ങിട്ടോളാം. എന്നെ തട്ടമിടിക്കാൻ നീ ആരടാ? ബംഗ്ലാദേശിൽ കുറെ ആളുകൾ ഇതാണ്ട ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ തട്ടമിടിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നിന്റെ മതം ആർക്കും നിർബന്ധമില്ലെന്നല്ലേ പറയുന്നത്? ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ലാന്ന്. പിന്നെന്തിനാടാ എന്നെ തട്ടമിടിപ്പിക്കാൻ നീ നടക്കുന്നേ? അപ്പോ ഞാൻ പറയുന്നത് ഇതാണ്, ഈ ലോകത്തിന്റെ സമാധാനത്തിനു വേണ്ടി അല്ല. തസ്നീമിനോട് ആരാടാ പറഞ്ഞത്? എന്റെ ശബ്ദം കേൾക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞു ഇറങ്ങിപ്പോടാ. ദേഷ്യം വന്നിട്ട് എന്തിനാടാ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? ഇറങ്ങിപ്പോടാ. ആട്ടി വിട്ടാലും പോകൂല അവനൊക്കെ. വലിഞ്ഞു കയറി വന്നിട്ട് നമുക്കത് ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട, ഇറങ്ങിപ്പോ. അപ്പോ ഇസ്രയേലിനറിയാം, ഇസ്രയേല് പിച്ചവെച്ച നാളു മുതൽ ഇവരുടെ ഭീകരത അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹമാസ് ഭീകരരെ മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത്. അഭിനയ്, നിന്റെ തന്തക്കാടാ ഭ്രാന്ത്. ചെല്ല്. ഇതൊക്കെ പറയുമ്പോ നിനക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നുണ്ടല്ലേ? അതുകൊണ്ട് എത്രമാത്രം ഈ ഹമാസ് ഭീകരർ ലോക സമാധാനത്തിന് ഭീഷണിയാണ് എന്നറിയുന്നത് കൊണ്ടാണ് ഈ ഹമാസോളികളെ ഇല്ലാതാക്കാതെ അവസാനത്തെ ഹമാസ് ഭീകരനെയും തുരത്തിയിട്ടല്ലാതെ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് നെതന്യാഹു പറയാൻ കാരണം ഒരു പോയിന്റ് കൂടി നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. ഈ യുദ്ധം തുടങ്ങിയത് ഹമാസ് ആണ്, ഞങ്ങൾ അതിനെ ഇല്ലാതാക്കും. പക്ഷേ ഈ യുദ്ധം ഇസ്രായേലിന് വേണ്ടി മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യനും വേണ്ടിയാണ് ഈ യുദ്ധം. അതെ, അതുകൊണ്ടാണ് ഇസ്രായേൽ ജയിക്കുമെന്ന് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും ഇസ്രായേൽ ജയിക്കും. ഈ ബംഗ്ലാദേശിലെ പോലെ ഒരു ഭരണകൂട അട്ടിമറി നമ്മുടെ രാജ്യത്ത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ പ്രതികരിച്ചേ മതിയാകൂ, ചില വസ്തുതകൾ മനസ്സിലാക്കിയേ മതിയാകൂ. അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് ഇവിടത്തെയും ജമാഅത്തെ ഇസ്ലാമി. രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. നന്ദി.